കർത്താവിൽ അനുഗ്രഹീതരെ, ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് ആഘോഷങ്ങളിലെ പങ്കാളിയാകുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചിരിക്കുകയാണ്. 2016 ക്രിസ്തുമസ് ആഘോഷം നമുക്ക് ഏവർക്കും സന്തോഷത്തിനും സമാധാനത്തിനും ഇടയായി തീരട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കും സമാധാനത്തിനും ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസിൻ്റെ കാതലായ സന്ദേശം. പല മതങ്ങളിലും ദൈവം കാലാകാലങ്ങളിലെ വ്യത്യസ്ത അവതാരങ്ങളിലൂടെ ലോകത്തിൻ്റെ നന്മയെ പ്രതി അവതരിച്ചതായി നാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിലെ അനവധി അവതാരങ്ങളുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യജീവിതത്തെ സ്വാംശീകരിച്ച് മനുഷ്യജീവിതം എന്തെന്ന് താൻ രുചിച്ചറിയുന്ന അനുഭവമാണ് മനുഷ്യാവതാരത്തിൽ കാണുന്നത്. അപ്രകാരം മനുഷ്യനായി തീർന്ന ദൈവം മനുഷ്യനെ ദൈവമാക്കുവാനുള്ള ഒരു ലക്ഷ്യവും അതിൻ്റെ പിറകിലുണ്ട് എന്ന് പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. താൻ ലോകത്തിൻ്റെ രാജാതിരാജനാണ്, എല്ലാറ്റിൻ്റെയും ഉടയവനും സൃഷ്ടാവുമാണ്. പക്ഷേ ദരിദ്രന്മാരിൽ ദരിദ്രൻ എന്ന നിലയിലാണ് അദ്ദേഹം ലോകത്തിൽ ഭൂജാതനാകുന്നത്. ഒരു രാജകുമാരൻ എന്നുള്ള പദവി ഒന്നും സ്വീകരിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ, ഒരു ജനനത്തിനാവശ്യമായ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു ജനനം. അതെന്തിനു വേണ്ടി അങ്ങനെ ജനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഏറ്റവും ഒടുക്കത്തെ വ്യക്തി, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി, അങ്ങനെ സ്വയമായി എളിമയും ദാരിദ്ര്യവും സ്വയം സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ പരിമിതികൾ എന്തെന്ന് ദൈവം നേരിട്ട് ആസ്വദിക്കുവാനും അറിയുവാനും ഇടയാകുന്നത് എന്ന് കരുതട്ടെ. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ആദ്യം സംഭവിക്കുന്നത്, സ്വർഗത്തിലെ ദൂതന്മാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് ഒരു വാർത്ത അറിയിക്കുന്നു. സർവ മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബേത്ലഹേമിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നിരിക്കുന്നു. അത് നമുക്കേവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് എന്ന് ഇടയന്മാരോട് സ്വർഗത്തിലെ ഒരു ദൂതൻ പ്രസ്താവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ദൂതന്മാരുടെ ഒരു സംഘം അവിടെ മധുരമായൊരു ഗാനം ആലപിക്കുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ഗാനം ദൂതന്മാരാണ് അവിടെ ആലപിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. ലോകത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് സമാധാനമുള്ള ജീവിതം നയിക്കുവാൻ ഇടയാകുമെന്നും അവിടെ സൂചിപ്പിക്കുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കുന്നത് എപ്രകാരമാണ്? നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരു ആഘോഷമായി ആസ്വദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സമ്മാനങ്ങൾ കൈമാറുക, അതുപോലെ തന്നെ കാർഡുകൾ അയച്ച് ക്രിസ്തുവിൻ്റെ സമാധാനം എല്ലാവർക്കും പകർന്നു നൽകുന്നു എന്ന നിലയിൽ നാം ഇതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. ദേവാലയങ്ങളിൽ ആരാധനയുണ്ടാകുന്നു,
അതുപോലെ കുടുംബങ്ങളിൽ സന്തോഷവും ആഹ്ലാദവും പങ്കുവെക്കുന്നു. പക്ഷേ പ്രധാനമായി വേണ്ടിയത് ക്രിസ്തുവിൻ്റെ ജനനം കാലിത്തൊഴുത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ അർത്ഥപൂർണമായി തീരുന്നത് ക്രിസ്തു നമ്മിൽ ഉദയം ചെയ്യുമ്പോഴാണ്. അങ്ങനെ ക്രിസ്തു നമ്മിൽ ജനിക്കുമ്പോൾ നമ്മുടെ വർത്തമാന കാലഘട്ട ജീവിതത്തിലെ ചില വ്യതിയാനങ്ങൾ ലോകം പ്രതീക്ഷിക്കുന്നു. ദൈവസ്നേഹം, മനുഷ്യസ്നേഹം, വറ്റിപ്പോകാത്ത കരുണ, അതുപോലെ തന്നെ അനുകമ്പ, മനസ്സലിവ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നുവെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക. മതം ഇന്ന് പലപ്പോഴും കലഹത്തിൻ്റെയും കരുണയില്ലായ്മയുടെയും രീറ്റില്ലമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എങ്ങനെയാണ് നാം ആഘോഷിക്കേണ്ടത്, അതിൽ പങ്കാളിയാകേണ്ടത് എന്ന് ഏറെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. മനുഷ്യസ്നേഹം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയാകണം. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഉപയോഗിക്കണം. അപ്രകാരമുള്ള ഒരു പങ്കുവച്ച് സ്നേഹം പകർന്നു കൊടുത്ത് മറ്റുള്ളവരുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേർന്ന് ക്രിസ്തുവിനെ സ്മരിക്കുന്നതാണ് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കാതൽ എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. അതിന് ഇടയാകണം. 2016 ആണ്ടിലെ ക്രിസ്മസ് ആഘോഷവും അതോടൊപ്പം തന്നെ 2016 ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളുമാണ് ഈ സന്ദർഭം എന്നുള്ളത് പ്രത്യേകമായിട്ട് സ്മരിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെന്ന് കൃത്യമായി വിലയിരുത്തി 2017 ആണ്ടിലേക്ക് ഒരു നല്ല മാതൃകയുള്ള മനുഷ്യസ്നേഹമുള്ള ഒരു ജീവിതം 2017 ആണ്ടിൽ ആരംഭിക്കുവാൻ നമുക്കിടയാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങളും നവവത്സര ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ലോകത്തിനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂത് അറിയിച്ചുകൊണ്ട് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ ജനനം സമാഗതമായിരിക്കുന്നു. ക്രിസ്തുമസ് എന്ന് പാശ്ചാത്യ ലോകത്തും യൽദോ അഥവാ ജനന പെരുന്നാൾ എന്ന് പൗരസ്ത്യ സഭാ ലോകത്തും വിളിക്കുന്ന ക്രിസ്തുമസ് എന്ന സംഭവം ദൈവം മനുഷ്യാവതാരം ചെയ്തു മനുഷ്യനോടൊപ്പം താമസിച്ചു, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തിന് വേണ്ടി ത്യാഗമായി തീർന്നു. ഇതാണ് ക്രിസ്തു സംഭവത്തിൻ്റെ അടിസ്ഥാന സന്ദേശം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനം എന്നത് രക്ഷകൻ്റെ ജനനം എന്ന് വിശേഷിപ്പിക്കുന്നു. ക്രിസ്തു ജനനത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ, ക്രിസ്തുവിൻ്റെ ചരിത്രം, ക്രിസ്തുവിലുള്ള രക്ഷയുടെ ചരിത്രം ഘോഷിക്കുന്ന ക്രൈസ്തവ ഗ്രന്ഥങ്ങളാണ്, പുസ്തകങ്ങളാണ് 4 സുവിശേഷങ്ങൾ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെയും യോഹന്നാൻ ശ്ലീഹായുടെയും ലൂക്കോസ് എവങ്കേലിസ്തായുടെയും മർക്കോസ് എവങ്കേലിസ്തായുടെയും 4 പുസ്തകങ്ങൾ. ഇതിലും
4 പുസ്തകങ്ങളിലും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ എല്ലാം വിവക്ഷിക്കുന്നത്. ഈ സുവിശേഷങ്ങൾ ഈ സംഭവത്തെ, ക്രിസ്തു ജനനത്തെക്കുറിച്ച് പറയുന്നത് ദ ഗുഡ് ടൈഡിങ്സ്, സുവാർത്ത എന്നാണ്. ആരാണ് സുവാർത്ത? യേശുവാണ് സുവാർത്ത. ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെയും നിത്യതയിലേക്ക് ചേർക്കുമെന്നുള്ള വാഗ്ദാനം. ഇതാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ആരംഭം ക്രിസ്തുമസിലാണ്, ക്രിസ്തു ജനനത്തിലാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ ആണ് പഴയ നിയമങ്ങൾ, പഴയ നിയമ പുസ്തകമെന്ന് വിവക്ഷിക്കുന്നവ. അവയിലെല്ലാം അന്ധകാരത്തിലിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു, ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം ഉദിച്ചു, ഇങ്ങനെയുള്ള പ്രവചന ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണം എന്ന വിധത്തിലാണ് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. അഥവാ കവി പാടിയതുപോലെ, അത്യന്ത തമസിൽപ്പെട്ടുഴലും ലോകത്തിന് സത്യത്തിൻ പ്രഭാപുരം കാട്ടിയെന്നതിനാലേ ഉൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം ചെയ്യൂ എന്ന് പാടുന്നത് പോലെ, അന്ധകാരത്തിലിരുന്ന ജനത്തിനെ സത്യത്തിൻ്റെ വെളിച്ചം ഉദ്ധിപ്പിച്ച ഒരു ദൈവമനുഷ്യൻ, അതാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു ജനനവും അശാന്തികൾക്ക് നടുവിൽ ശാന്തിയും, യുദ്ധഭീഷണികൾക്ക് നടുവിൽ സമാധാനവും, നിരാശയുടെ നടുവിൽ ആശയും പ്രത്യാശയും, അങ്ങനെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനപ്പുറത്തേക്ക് ഉയർത്തുന്ന ജീവിതത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മഹത് തത്വമായിട്ട് മാറുകയാണ്. എല്ലാ വർഷവും ഡിസംബർ മാസം അവസാന ആഴ്ചയിലാണ് ക്രിസ്തുമസ് വരുന്നത്. ക്രിസ്തുമസ് കഴിഞ്ഞാൽ കൃത്യം 8-ാം ദിവസം പുതുവർഷമാണ്. അപ്പോൾ ഓരോ വർഷത്തിൻ്റെയും അവസാനത്തെ ആഴ്ച, അവസാനത്തെ 7 ദിവസങ്ങൾക്ക് മുൻപാണ് ക്രിസ്തുമസ്. ഇതിന് വലിയ അർത്ഥമുണ്ട്. ക്രിസ്തുമസ് കാലം, ഡിസംബർ മാസം, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് ഇരുട്ടും മഞ്ഞും ശീഘ്രം ശൈത്യവും എല്ലാമുള്ള കാലമാണ്. ഒരുപക്ഷെ മലയാളികളായ നമുക്ക് എപ്പോഴും ചൂടുകാലത്ത് ജീവിക്കുമ്പോൾ മഞ്ഞും തണുപ്പും ഒരുപക്ഷെ അല്പം ഇഷ്ടമായിരിക്കാം. എന്നാൽ കൊടും ശൈത്യത്തിൽ പെടുന്നവൻ്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ ജീവിച്ചപ്പോൾ ഞാനും അത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ആ അതിശൈത്യത്തിൽ അല്പം ഊഷ്മാവായി. അതുപോലെ തന്നെ വിൻ്റർ ടൈമിൽ സൂര്യനെ കാണുവാൻ പ്രയാസമാണ് പാശ്ചാത്യ ലോകത്ത്. അപ്പോൾ വെളിച്ചമില്ലായ്മയുടെ മധ്യത്തിൽ വെളിച്ചമായി. ചുരുക്കത്തിൽ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ പ്രത്യാശയായി മാറുന്ന ഒരു സംഭവമാണ് ക്രിസ്തുമസ്. ഇവിടെ നമുക്ക് ക്രിസ്തുമസ് ട്രീ, ക്രിസ്തുമസ് സമ്മാനങ്ങൾ ഒക്കെ കാണാം. അതെല്ലാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് വലിയ അർത്ഥമുണ്ട്. ഏറ്റവും കൂടുതൽ പാശ്ചാത്യ ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിലാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അന്ധകാരമാണ്, തണുപ്പാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു സമയത്ത് അവിടെ പ്രതീക്ഷയായിട്ട് കടന്നു വരുവാനായിട്ടാണ്
നക്ഷത്രവിളക്ക്, വെളിച്ചങ്ങൾ, പ്രകാശങ്ങൾ, നല്ല ക്രിസ്തുമസ് ട്രീകൾ, സാന്താക്ലോസ്, സമ്മാനങ്ങൾ, ക്രിസ്തുമസ് സന്ദേശത്തിൻ്റെ കരോളിംഗ് പാട്ടുകൾ, ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് കാണുവാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളിലൂടെ, വൈതരണികളിലൂടെ ലോകം കടന്നു പോവുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ക്രിസ്തുമസ് ആഘോഷിക്കാനെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അല്പം പണം, കറൻസി വരുമോ? ക്രിസ്മസ് ഫാദർ വന്ന് പാട്ട് പാടുമ്പം ഞങ്ങൾക്ക് ക്യാഷ്ലെസ് പേയ്മെൻറ്റ് നടത്താനൊക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊരു പക്ഷേ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഷയങ്ങൾ. ഇത് കാശ്മീർ മുതൽ സിറിയയിലും ഇറാഖിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ട്. അവിടെയൊക്കെ നാം നിരാശപ്പെടുന്നൊരു സന്ദർഭത്തിൽ പ്രത്യാശയുടെ കിരണമായിട്ട് പുതുവർഷത്തിലേക്ക് സന്തോഷത്തോടെ നോക്കുവാനുള്ള പുതുവർഷത്തിൻ്റെ ഒരു പ്രില്യൂഡ്, ഒരു നാന്ദി ആയിട്ട് കൂടിയാണ് ക്രിസ്തുമസ് വരുന്നത് എന്ന് ഓർക്കണം. കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസിൻ്റെയും തദ്വാര പുതുവർഷത്തിൻ്റെയും 2017 എന്ന പുതുവർഷത്തിൻ്റെയും എല്ലാ ആശംസകളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, എൻ്റെ സ്വദേശം കുന്നംകുളമാണ്. ഇങ്ങനെ ഒരു സന്ദേശത്തിനെ എന്നെ തിരഞ്ഞെടുക്കുകയും അതിനെ ക്രമീകരിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകരോട്, കേരള വിഷൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ നല്ല ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. 2017 പുതിയ പ്രതീക്ഷകളുടെ, പുതിയ ചിന്തകളുടെ, പുതിയ കർമ്മ പദ്ധതികളുടെ ഒരു പുതുവർഷവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.